Hi friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മസാല പൂരി തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ പല ടൈപ്പിലുള്ള പൂരികളുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് പൂരി, അതുപോലെ ആലു പൂരി, പിന്നെ സാധാരണ പൂരി, അതുപോലെ പൂരിയുടെ മസാലക്കറി എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് പിന്നീട് കമന്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് മസാലപ്പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ഇട്ട് കൊടുക്കുക. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ സ്പൈസസ് ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാട്ടോ. കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ ചേർക്കാം. ഞാനിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണം ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ പൂരി ആയതുകൊണ്ട് തന്നെ സ്റ്റിഫ് ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിച്ചതിനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് പൂരി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം അല്ലെങ്കിൽ ക്യൂമിൻ സീഡ്സ് വറുത്ത് പൊടിച്ച ആ ഒരു പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം ചേർത്ത് കൊടുക്കാം. അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആംചൂർ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പൊ ചെറിയൊരു പുളിരസം കിട്ടും. അതായത് മാങ്ങ ഉണക്കി പൊടിച്ചത് കേട്ടോ. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ല, ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് തന്നെ. അതായത് ഒരുപാട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ഇനി ഇതൊരു 10-15 മിനിറ്റോളം സമയം ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ ഡ്രൈ ആവാതെ വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. അല്ലെങ്കിൽ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇപ്പോൾ കണ്ടില്ല, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം പരത്തിയെടുക്കാം. ഞാനിനിപ്പോൾ ഉരുളകളായിട്ട് മാറ്റി വെക്കുകയാണ്. ചെറിയ സൈസിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ പൂരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഓരോന്നാണ് പരത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഷീറ്റായിട്ട് പരത്തിയിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ച് കട്ട് ചെയ്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അതായത് ഷേപ്പ് കറക്റ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. അതായത് ഒരുപാട് പൊടിയിൽ ഒരിക്കലും പൂരി പരത്തിയെടുക്കരുത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതായത് കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതിന്റെ മുകൾ ഭാഗം. അപ്പോൾ കുറച്ച് പൊടിയിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. എല്ലാം പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എക്സസ് ആയിട്ട് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളയാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പരത്തിയത് മാറ്റി വെക്കുക. അതിനുശേഷം എല്ലാം റെഡി ആയതിനു ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തിരി പ്രസ്സിലാണെങ്കിലും പ്രസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ കഴിയും. പിന്നെ പൂരി പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് പൊങ്ങി വരിക. അല്ലെങ്കിൽ അതായത് നമ്മൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവറായിട്ട് ക്രിസ്പി ആയിട്ട് മാറും. അപ്പോൾ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ പൂരി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൂരി എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് പൊങ്ങി വരിക. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പൊങ്ങി വരില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ തന്നെ ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇപ്പുറത്തെ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കോരിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള ആ ഒരു ഓയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൂരിയുടെ കൂടെ കഴിക്കുന്ന കോമ്പിനേഷൻസ്, അതായത് പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നീട് കമൻ്റ് ആയിട്ട് കൊടുക്കാം. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അതുപോലെ
പാലക് പൂരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതും കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. കളർഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള പൂരിയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആൻഡ് പഫി ആയിട്ട് പൂരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പൂരിയൊക്കെ പിന്നെ ചൂടോടുകൂടി തന്നെ കഴിക്കുക, അപ്പോഴായിരിക്കും നല്ല കൂടുതൽ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. മസാല പൂരി എന്ന് പറയുമ്പോൾ കറി ഇല്ലാന്നുണ്ടെങ്കിലും ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണ്. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.